നമ്മൾ സാരി എടുത്ത് എല്ലാവരും അമ്പലത്തിൽ പോകും. ഇതേ സാരി കൊണ്ട് മാക്സി അടിച്ച അമ്പലത്തിൽ കയറ്റുമോ? ഇല്ല. രണ്ടുപേരെ തുണിയില്ലേ? ഇതെന്താ വിഷയം? രൂപത്തിനാണ് പ്രശ്നം. കിണ്ണത്തിലെല്ലാവരും ചോറുന്നു അല്ലേ? കിണ്ണത്തിൻ്റെ അതേ കൂട്ടാ കോളാമ്പി അല്ലേ? പുതിയൊരു കോളാമ്പി എന്നാലും ചോറുന്നോ? എന്താ അല്ലേ? ഞാൻ തുപ്പൊന്നും ചെയ്യാതെ പുതിയ സാധനം തന്നാലും നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. സ്വാമി ജഗദീഷ് സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. സർ, ഈ വാസ്തുപ്രകാരം ഇപ്പോൾ പല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ സ്റ്റെപ്പുകളുടെ എണ്ണവും ലാഭവും നഷ്ടവും. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? സ്റ്റെപ്പുകളുടെ എണ്ണവും ഇതിൻ്റെ അകത്ത് ലാഭം നഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതിൽ സത്യാവസ്ഥ ലാഭവും നഷ്ടവും നമുക്ക് ഒരിക്കലും നമ്മൾ ആ വാക്ക് ഉച്ചരിക്കുന്നുണ്ടാ. ആ വാക്ക് ഉച്ചരിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ അതേസമയം ഒരു നായും മനുഷ്യനും മനസ്സിൽ ചിന്തിച്ച് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നായി എത്തുന്നിടത്ത് നായിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഇത് നമ്മളത് വെറുതെ പണ്ടത്തെ ആൾക്കാർ എന്തോ പറഞ്ഞൊരു സംഭവങ്ങൾ. നമ്മൾ ഈ വാസ്തുവിലൊരു പ്രശ്നം എന്താണെന്നറിയോ? ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് പറയുമ്പോൾ വേറെ തരത്തിൽ പോകും. അത് കഴിഞ്ഞ് വേറെ ആളുടെ അടുത്ത് നമുക്ക് വേറെ എത്തും. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇതിലൊക്കെ കുറേ സംഗതികൾ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികളുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്കിത് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ കുറേ സംഗതികൾ ഉള്ള കുറേ സംഗതികളുണ്ട്. ഇത് ഞാൻ ആദ്യം ഒന്ന് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റെപ്പിൻ്റെ കൂടാതെ കണ്ട് ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ശരിക്കും ഞാനൊക്കെ അധികം ആൾക്കാരോട് പറയുന്നത് പണ്ടത്തെ പഠിക്കാത്ത ആൾക്കാർക്ക് കൊടുത്തിട്ട് ബുദ്ധിയും ഇന്ന് പഠിച്ചവർക്ക് ബുദ്ധിയില്ലെന്നാണ് ഞാൻ ശരിക്കും പറയുക. കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയാനുണ്ടായ കാരണം പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെക്കുന്ന ഓരോ സംഗതികളും അതിൻ്റെ ഉള്ളിൽ പല കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇന്ന് പഠിച്ച ആൾക്കാർക്കൊന്നും അതറിയില്ല അല്ലേ? പണ്ടത്തെ വാസ്തു സംബന്ധമായിട്ട് നമ്മൾ പറയുന്നു, ഒരു കിണർ കുഴിക്കുമ്പോൾ ആഴം ഇത്ര വെക്കണം, ചുറ്റളവ് ഇത്ര വെക്കണം അല്ലേ? അത് 8 കോല് കൊയ്യുന്നുണ്ട്, ആശാരി പറയും ഇതാ ചുറ്റളവ് ഇത്ര വെക്കണേ അല്ലേ? അതേസമയം അത് 20 കോല് കൊയ്യുന്നുണ്ട്, ഇതാ ചുറ്റളവ് ഇത്ര വെക്കണേന്ന് ആര് പറയും? ആശാരി പറയും അല്ലേ? ഇന്ന് പഠിച്ച എഞ്ചിനീയർമാർ പറയും എന്നിട്ട് എന്താ കുഴക്കണ്ടടിക്കുന്നില്ലേ, അതിൽ വെള്ളമില്ലേ അല്ലേ? അപ്പോൾ വെള്ളം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിലല്ല ഇവിടെ വിഷയം. ഞാനിപ്പോൾ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അടുക്കളയിൽ നിങ്ങൾ പൊത്താണ്ട് വെച്ചാൽ നിങ്ങളത് കുടിക്കുമോ? ഇല്ല, കുടിക്കില്ല. ഇല്ല അല്ലേ? അങ്ങനെ നമ്മൾ നോക്കിയാൽ കിണർ ഏത് മൂട്ടിലാണ് പൊത്തുന്നത് അല്ലേ? അപ്പോൾ കിണറിൽ പുഴു വീഴുന്നുണ്ട്, ചപ്പ് വീഴുന്നുണ്ട് അല്ലേ? ഈ ചെവ് വീഴുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു തൊട്ടി നമ്മളെ കിണർ പോയിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അത് അടുത്ത കൊല്ലം വെള്ളം പറ്റിയാലേ നമ്മൾ എടുത്ത് കൊടുക്കുന്നുള്ളൂ അല്ലേ? എന്നാൽ ഇതേ കിണറ്റിൽ തന്നെ നമ്മൾ തൊട്ടിയിൽ വെള്ളം വലിച്ച് ഗ്ലാസ് പോലും ഒഴിക്കാതെ അപ്പാട് എടുത്ത് കുടിക്കുന്നു അല്ലേ? ഇതിൻ്റെ അകത്ത് ഒരു തൊട്ടി വെള്ളം എടുത്ത് സേഫ്റ്റിയുള്ള സ്ഥലത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ കുടിക്കാൻ പഠിക്കുന്നു അല്ലേ? അപ്പോൾ സംഭവങ്ങൾ എന്താണെന്നറിയോ ഇതിൻ്റെ ഉള്ളിലൊക്കെ തിയറികൾ? വെള്ളത്തിന് എപ്പോഴും വായു സഞ്ചാരങ്ങൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ വെള്ളം ഫിൽറ്ററിങ് നടക്കുക. ഈ വായു സഞ്ചാരം സൂര്യപ്രകാശം വെള്ളത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ആഴം കൂടുന്നതിനനുസരിച്ചിട്ട് വട്ടം വെക്കണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും എന്താ സംഭവം? പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഒഴുക്കിലഴുക്കില്ല. എങ്ങനെ ഒഴുക്കിലഴുക്കുണ്ടാവുക അല്ലേ? ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിൽ സൂര്യപ്രകാശം നല്ലോണം തട്ടും, വായു സഞ്ചാരങ്ങൾ നല്ലോണം കിട്ടും അല്ലേ? ഇതെപ്പോൾ ഫിൽറ്ററിങ് നടക്കും അല്ലേ? അപ്പോൾ പണ്ടത്തെ ആൾക്കാർ പറയുന്ന കോട്ടന്മാരാണോ? വെറുതെയാണോ? അല്ലേ? അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ സംഗതികളും പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഒരു കിണർ കുഴിക്കുന്ന സമയത്ത് വടക്ക് കിഴക്ക് മൂലക്ക് ആ കിണറിൻ്റെ സ്ഥാനം അല്ലേ? ഇന്ന് പഠിച്ച ആൾക്കാർ പറയാം അന്ത ബാക്ക് കുഴിച്ചാൽ കിട്ടൂലേ, അവിടെ കിട്ടൂലേ, ഇവിടെ കിട്ടൂലേ അല്ലേ? വെള്ളം നമുക്ക് എവിടെ വെച്ചാലും കിട്ടും. പക്ഷേ ഇതിൻ്റെ തിയറി എന്താ സംഭവങ്ങൾ? ശരിക്കും സൂര്യൻ ഏതായിരുന്നു ഉദിക്കുന്നത്? കിഴക്കുന്ന്. അപ്പോൾ കിഴക്കുന്ന് സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് ഈ വെള്ളത്തിന് സൂര്യപ്രകാശം കിട്ടണം. അപ്പോൾ വടക്ക് കിഴക്ക് മൂലക്ക് വെച്ചാലേ സൂര്യപ്രകാശം കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ പണ്ടത്തെ ആൾക്കാരെ ബുദ്ധി കണ്ടോ നിങ്ങൾ അല്ലേ? അപ്പോൾ ഈ സൂര്യപ്രകാശം എന്തിനാ തട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഫിൽറ്ററിങ് നടക്കാൻ വേണ്ടി അല്ലേ? ഇതും കൂടാതെ നമ്മളൊരു മെഡിസിൻ ഒരു എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലം എന്ത് കഴിഞ്ഞാലും നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ എന്ത് ചെയ്യുന്ന മരുന്ന് വരട്ടിയിട്ട് സൂര്യപ്രകാശത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറയുന്നു. എന്തിൻ്റെ കുറവുണ്ട്? ഡീൻ്റെ കുറവുണ്ട് അല്ലേ? ഡി എയിൽ നിന്ന് കിട്ടുന്നു, സൂര്യപ്രകാശം കിട്ടുന്നു. അപ്പോൾ ഈ വെള്ളത്തിന് ഡി വേണ്ടേ അല്ലേ? അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെക്കുന്ന ഓരോ സംഗതി കണ്ടോ നിങ്ങൾ അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ സംഗതികളും വാസ്തു സംബന്ധമായ സംഗതികളൊക്കെ ചെയ്തത് വെറുതെ ഒന്നുമല്ല. പക്ഷേ അതെന്താണെന്നറിയോ? ഇന്നത്തെ ആൾക്കാർ പല ആൾക്കാരും പല രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഒരു സംഭവങ്ങൾ. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയും ഇതാ അവിടെ മുട്ടിയിട്ടുണ്ടേ, അങ്ങനെ മുട്ടരുത്, അവിടെ ഒരു ഓൾസ് ഇട്ടേക്ക് അല്ലേ? ഒരു സൂത്രം കറക്റ്റല്ല, സൂത്രം അവിടെ കറക്റ്റല്ല, അതൊരു ഓൾസ് ഇട്ട് വെക്കും അല്ലേ? ഈ ഓൾസ് ഇടുക എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. എന്തിനു ഓൾസ് ഇടുന്നു, ഇതിട്ടുകൊണ്ട് എന്താ കാര്യം? ശരിക്കും ചേച്ചിക്ക് അറിയോ എന്തിനാ ഓൾസ് ഇടുന്നു? ഇല്ല. എന്തിനു തുറച്ചു വെക്കണം എന്ന് അറിയോ? അതറിയോ?
എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. എല്ലാവരും ചെയ്യുന്നു, നമ്മളും നമ്മൾ ചെയ്യുന്നു. ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മളെല്ലാവരും ഏറ്റവും വലിയ ഫോൾട്ടുകളും. കാരണങ്ങൾ എന്താണെന്ന് അറിയാതെ നമ്മളെല്ലാം ചെയ്തു വെക്കും അല്ലേ. അപ്പോൾ അതിനെ കൊണ്ട് അല്ല നാളെ മറ്റന്നാൾ നമുക്കെന്ത് വലിയ ഗുണങ്ങളോ കാര്യങ്ങളോ ഇല്ല എങ്കിലും ഇതിൻ്റെയൊക്കെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതാണ് ഇതിൻ്റെ ഉൾവശം എന്നുള്ളത്. കേട്ടില്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് സ്റ്റെപ്പിലേക്ക് കിടക്കാം. കേട്ടില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഓൾസ് ഇടാൻ വേണ്ടിയിട്ട് അല്ലേ. ഓൾസ് ഇടാൻ നമ്മൾ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. നമ്മൾ പണ്ടത്തെ ആൾക്കാർ എഴുതി വെച്ച ഒരു പുസ്തകത്തിലും പറഞ്ഞില്ല ഓൾസ് ഇടാൻ വേണ്ടിയിട്ട്. ഒരു ഓൾസെങ്കിൽ ഇട്ട് വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾസ് ഇടാനാണ് പറഞ്ഞത്. ഒരു ഓൾസെങ്കിൽ ഇട്ട് വെക്കണേന്ന്. എന്തിനാണെന്നറിയോ? അത്ര പോലും നമുക്ക് അങ്ങനെ മുട്ടിക്കിടക്കരുത് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയത്. ഒരു ഓൾസെങ്കിൽ ഇട്ട് വെക്കണേന്ന് അല്ലേ. ഇന്നത് വായിച്ച് എല്ലാവരും ചെയ്യുന്നു, ഒരു ഓൾസാറി ഇട്ട് വെക്കുന്നു. ഇതിനെ കൊണ്ട് എന്താ കാര്യം? എന്താ കാര്യമുണ്ടോ? ഇല്ല. അതിൻ്റെ തിയറി ഞാൻ പറഞ്ഞുതരാം. ശരിക്കും നമ്മളൊരു വ്യക്തിനെ ജയിലിൽ പിടിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? 3 ഭാഗം ചുമരും നടുവ് പോകാനൊരു വഴിയും അല്ലേ. 2 ദിവസം നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ നിൽക്കും, എൻ്റെ അപ്പാ ഇവിടുന്ന് എങ്ങനെയും കഴിഞ്ഞാൽ വയ്യാൻ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് ആയിരിക്കും അല്ലേ. ഈ ജയിലിൽ തന്നെ ഒരു 4 കള്ളി അവിടെ 3 കള്ളി ഇപ്പുറം 2 കള്ളി ഞാനിൽ ഇപ്പുറം വെച്ച് കൊടുത്താൽ അവനെ 10 കൊല്ലം ഇട്ടാൽ അവനൊരു കുഴപ്പമുണ്ടാവില്ല അല്ലേ. മുട്ടി കിടക്കുന്നിടത്ത് കിടക്കുമ്പോൾ മെമ്മറിക്ക് അസ്വസ്ഥ ഉണ്ടാക്കും. നമ്മൾ ദൂരത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്ത് ഒരു പാർക്കിൽ പോകുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു ദൂരത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കണ്ട് ആ സാധാ ഒരു ഹോട്ടലും ഒരു ഓപ്പൺ ഏരിയയിലൊരു ഹോട്ടലും നിങ്ങളെല്ലാവരും എവിടെ കയറും? നിങ്ങൾക്ക് എന്നെ തിരിയുന്നുണ്ടല്ലോ, തുറസെല്ലെടുത്തിരിക്കുമ്പോൾ സമാധാനം ഉണ്ട് അല്ലേ. ഈ സമാധാനം വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് വീട്ടിൽ നേരെ എന്ത് വേണം, കട്ടിലൊക്കെ നേരെ ജനൽ തിരിച്ചും മറിച്ചും നമ്മൾ വെച്ച് എന്ത് വേണം, വായു സഞ്ചാരങ്ങൾ കറക്റ്റാക്കി വെക്കണം എന്ന് പറയുന്നത്. അത് തിരിച്ചു വെച്ചാൽ എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ പറയുന്നത്, എല്ലാ ആൾക്കാരും പണ്ടത്തെ ആൾക്കാർ പറയും എന്താ പറയുക, നമ്മളത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനൽ വെക്കുന്നതൊക്കെ. അങ്ങനെ വെളിച്ചം കിട്ടാനാണെങ്കിൽ ഒരു 4-5 ബൾബ് ഇട്ടാൽ പോരെ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ജനലിലൊന്ന് തുറന്നിട്ട് നിങ്ങളൊന്ന് കാണുന്ന സംഭവം മനസ്സിലൊന്ന് വിചാരിച്ചൊക്കെ എന്ത് സുഖമുണ്ടോ അല്ലേ. നല്ലൊരു ആശ്വാസം കിട്ടൂലേ. അപ്പോൾ ഈ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോ ചെയ്തു വെച്ച് ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടില്ലേ. ഇങ്ങനെ നമ്മൾ നോക്കിയ എല്ലാ സംഗതികൾക്കും എന്താണെന്നറിയോ, പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ച എല്ലാ സംഗതികൾക്കും ഓരോ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നീട് ഒരു ഘടകമാണ് അളവ്. അളവും കൂടി പറഞ്ഞിട്ട് ഞാൻ എന്താണെന്നറിയോ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്കൊക്കെ കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ അങ്ങ് കടന്നു പോകുന്നു, അതുകൊണ്ടാണ് കേട്ടില്ലേ. അപ്പോൾ സ്റ്റെപ്പല്ല ഞാൻ പറഞ്ഞ അളവ് അല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വാസ്തു സംബന്ധമായ ഒരു സ്റ്റൂൾ ഉണ്ടാക്കിയാൽ ആ സ്റ്റൂളിൻ്റെ അളവ് 18 ഇഞ്ച് ഉയരാണ്. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്റ്റൂൾ അളന്ന് കസേല നിങ്ങൾ അളന്ന് നോക്കിയാൽ 18 ഇഞ്ച് ഉയരമുണ്ടാവും. ഈ 18 ഇഞ്ച് ഉയരമുള്ള സ്റ്റൂള് 10 ഇഞ്ചാക്കി നമുക്ക് ഇരുന്നൂടെ, 40 ഇഞ്ചാക്കി ഇരുന്നൂടെ. 10 ഇഞ്ചിൽ കാലും മടക്കിയിട്ട് ചേച്ചി എത്ര സമയം ഇരിക്കും? 40 ഇഞ്ച് കാലും തൂക്കിയിട്ട് എത്ര സമയം ഇരിക്കും? പറ്റൂല. പക്ഷേ ഈ സ്റ്റൂളും വരുന്ന കുറേ സമയം എന്തെങ്കിലും ആവുമോ? ഇല്ല. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ അളവതിനെ കണ്ടുപിടിച്ചേ നമ്മളെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ്. നമുക്ക് കിടക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും അതിന് നമുക്ക് അതിൻ്റേതായ സമാധാനം കിട്ടാനും ശരീരത്തിന് കേടുവരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഇരിക്കുന്ന പലയാണെങ്കിൽ ഇത്ര, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളൊരു സോഫയാണെങ്കിൽ ഇത്ര എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കും, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇതിനെ എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ പല ആൾക്കാരും വേറെ തരത്തിലേക്ക് കൊണ്ടുപോകും. കാരണം അതിൽ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങളോട് പറയുമ്പോൾ എന്തോ വേറെ തരത്തിലാവും അല്ലേ. അത് കഴിഞ്ഞിട്ട് വേറെ ആളോട് പറയുമ്പോൾ എന്തോ അത് വേറെ, അത് സംഭവമേ മാറും എന്നുള്ളതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അർത്ഥമുണ്ടായി എനിക്കടി. ഇതുപോലെ തന്നെ ഞാൻ റോഡ് സൈഡിലൂടെ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നു. ഞാൻ വണ്ടി അപ്പോഴാണ് നിർത്തി. ഞാൻ പറഞ്ഞ എൻ്റെ ഈ ആക്സിഡൻറ്റ് ആയാളെ എൻ്റെ വണ്ടി കയറ്റാനാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ എന്താ എൻ്റെ അടുത്ത് ഒരാൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അത് നായ് മുറിയത്ത് പാഞ്ഞിട്ടാന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറെ ആളോട് അപ്പോൾ ചോദിക്കുമ്പോൾ അയാളോട് പറഞ്ഞത് അത് നായ് മുറിയത്ത് പാഞ്ഞിട്ട് അയാളങ്ങ് പോയി. ഞാനിത് ഉദാഹരണം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതങ്ങ് പോയി. അപ്പോൾ അയാളെ ചെവിയിലെന്താ നായ് മുറിയത്ത് പാഞ്ഞിട്ട് അല്ലേ. ഇതും കഴിഞ്ഞ് എൻ്റെ വണ്ടിയാണ് കണ്ടപ്പോൾ ഒരാളെന്താ പറഞ്ഞറിയാം, അതാ ഇപ്പോൾ കാറ് തട്ടിയതപ്പാന്ന് പറയും. അടുത്തോളം കേൾക്കണം. അപ്പോൾ അവരെന്താ സംഭവങ്ങൾ, അവരും അത് കേട്ടങ്ങ് പോയി. അപ്പോൾ ഞാനിതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അടിച്ച ചങ്ങയോട് ഞാൻ പോയിട്ട് ചോദിച്ചു, മോനെ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അത് പെണ്ണുങ്ങൾ മുറിയത്ത് പാഞ്ഞിട്ടാന്ന് പറയും. കണ്ടോ. അപ്പോൾ ഈ ഒരു സമയം ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടായ സംഭവം നിങ്ങൾ നോക്കിയാൽ അല്ലേ. 3 ആളെ തരത്തിലും 3 സ്ഥലത്ത് സംഗതികളാണ് 3 ആളെ ചെവിയിലെത്തിയതും 3 ആൾ പബ്ലിസിറ്റി ചെയ്യുന്നതും 3 തരത്തിലാണ് അല്ലേ. അപ്പോൾ ഇതേപോലെ വാസ്തുസംബന്ധമായ ഏത് രീതികളായി കഴിഞ്ഞാലും നമ്മൾ ഒരാൾ പഠിച്ചതല്ല മറ്റേ ആളോട് പോയിട്ട് പറയാം കേട്ടില്ലേ. ഇതിലൊരു ഏറ്റവും വലിയ ഫോൾട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 100 പേജ് പഠിക്കുന്ന ഒരു ബുക്കുണ്ട്. വാസ്തുസംബന്ധമായ രീതികളായാലും അതേപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങൾ എന്തെന്നായാലും അത് 100 പേജ് ഉണ്ടാവും, 200 പേജ് ഉണ്ടാവും, 1000 പേജ് ഉണ്ടാവും. ഈ 3 ബുക്കിലുള്ളത് ഒന്ന് തന്നെയാണ്. പക്ഷേ 100 പേജ് ബുക്കിൽ എന്താ പറയാന്നറിയോ, അതാണ് പാടില്ല
കേട്ടില്ലേ, അതിങ്ങനെ പാടില്ല എന്നേ പറഞ്ഞുതരുള്ളൂ. അതേസമയം 200 പേജിലോ അത് പാടില്ലെന്നും അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരും. പക്ഷേ എങ്കിൽ 1000 പേജിലെ ബുക്കിലോ അത് പാടില്ലെന്നും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും പറഞ്ഞുതരും. നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന 100 പേജ് ബുക്കും പഠിച്ചിട്ട് പുറത്തിറങ്ങും നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം ഇതുകൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയപരമായ വിഷയങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഇപ്പം എന്തായാലും ചോദിക്കും ഞാനിതെല്ലാം പഠിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വായനാശീലമില്ല, ഞാൻ ഒരു ബുക്കിലും പഠിച്ചില്ല. ഞാൻ എന്തെങ്കിലും കിട്ടിയാൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഈ പറയുന്ന ഒരു സംഗതികൾ നിങ്ങൾക്ക് ഒരു ബുക്കിലും കിട്ടില്ല. അപ്പോൾ അടുത്ത് നിങ്ങളൊരു പറഞ്ഞ സ്റ്റെപ്പിൻ്റെ ഒരു സംഭവങ്ങൾ അല്ലേ, അതാണ് ചേച്ചി ആദ്യം തുടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ. ഈ സ്റ്റെപ്പിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. നമ്മൾ ശരിക്കും നമ്മളെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഓരോന്നിനും ഓരോ നിലയും വിലയും പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ സാരി എടുത്ത് എല്ലാവരും അമ്പലത്തിൽ പോകും. ഇതേ സാരി കൊണ്ട് മാക്സി അടിച്ച് അമ്പലത്തിൽ കയറ്റുമോ? ഇല്ല. രണ്ടും ഒരേ തുണിയല്ലേ? ഇതെന്താ വിഷയം? രൂപത്തിനാണ് പ്രശ്നം. കിണ്ണത്തിലെല്ലാവരും ചോറ് തിന്നു അല്ലേ, കിണ്ണത്തിൻ്റെ അതേ കൂട്ടാ കോളാമ്പി അല്ലേ. പുതിയൊരു കോളാമ്പി എന്നാലും ചോറ് തിന്നോ? എന്താ അല്ലേ, ഞാൻ തുപ്പൊന്നും ചെയ്യാതെ പുതിയ സാധനം തന്നാലും നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല അല്ലേ. അതേപോലെ തന്നെ ഞാനൊരു 100 രൂപ വലത്തേക്ക് വേണ്ടെന്നാലും ഇടത്തേക്ക് വേണ്ടെന്നാലും തീർന്നത് ഞാൻ തന്നെയാണ്. കിട്ടുന്ന ആർക്കാ? നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താ മനസ്സിന് തൃപ്തി ഉണ്ടാവുക? വലത്തേക്ക് കഴിയും അല്ലേ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യത്തിനും ഓരോ നിലയും വിലയും പ്രാധാന്യങ്ങളും ജനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ നിലയും വിലയും നമ്മൾ കീപ്പ് ചെയ്യണം. അതാണ് നമ്മൾ ഏറ്റവും വലിയ വിജയവും അല്ലേ. എന്ത് സംഗതികൾ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ട് എങ്ങനെ താഴ്ന്ന് സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം, ഇതൊക്കെ ഒരു വലിയൊരു ഘടകം തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരു ഏണി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒറ്റ സംഖ്യയിൽ ഉണ്ടാക്കുള്ളൂ. അത് വരവ് ചെലവ് കണക്ക് കാര്യങ്ങൾ ഇതൊന്നും അല്ല സംഗതികൾ. നമ്മൾ വലത്തെ കാല് വെച്ച് കയറാൻ തുടങ്ങി ഇടത്തെ കാല് വലത്തെ കാല് ഇടത്തെ കാല് വലത്തെ കാല് ഏറ്റവും മേലെത്തുമ്പോൾ നമ്മൾ വലത്തെ കാല് വെച്ച് വേണം നമ്മൾ വീട്ടിലേക്ക് കയറാനും. എവിടെ കയറുന്നുണ്ടെങ്കിലും വലത് കാല് വെച്ച് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റ സംഖ്യയിൽ സാധനം ഉണ്ടാക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ അല്ലേ. അപ്പോൾ ഇരട്ട സംഖ്യ ആക്കിയാലോ. നമ്മൾ താഴത്തുനിന്ന് ഫസ്റ്റ് വലത്തെ കാല് വെച്ചിട്ട് കയറുന്നുണ്ടെങ്കിൽ ഇടത്തെ കാല് വലത്തെ കാല് ഏറ്റവും മേലെത്തുമ്പോൾ ഇടത്തെ കാല് വെച്ച് വരും അല്ലേ. നമ്മൾ ഓരോ സാധനത്തിനും ഓരോ നിലയും വിലയും കടുപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ആ നിലയും വിലയും കീപ്പ് ചെയ്യണ്ടേ അല്ലേ. ചേച്ചി എന്നൊന്ന് മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കിയിട്ട് ആദ്യം തന്നെ ഇടത്തെ കാല് വെക്കുന്നു, ഒരു വീട്ടിൽ കയറുന്നു, ഇതെന്തോ ഒരു സുഖമില്ല അല്ലേ. അതേസമയം നമ്മൾ വലത്തെ കാല് വെച്ച് കയറുന്നു, പിന്നെ ഇടത്തെ കാല് വലത്തെ കാല് ഏറ്റവും മേലെത്തും വലത്തെ കാല് വെക്കുന്ന മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കിട്ടുന്നില്ലേ അല്ലേ. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഒറ്റ സംഖ്യയിൽ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഈ ലാഭം നഷ്ടം ഇത് കണക്ക് അവർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാഭം നഷ്ടവും കൂടുന്നിടത്ത് മനുഷ്യൻ നായി എന്ന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചേർത്തൂടെ അല്ലേ. ഏറ്റവും മേലെത്തുന്ന നായി അല്ലേ. അപ്പം നമ്മളെ വീട് നായിൻ്റെ വീടാണോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെയിൻ തിയറികൾ ശരിക്കും ഇതാണ് സംഭവങ്ങൾ കിട്ടില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അളവിൻ്റെ ഒരു കേസ് ഇട്ട് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ, അളവിൻ്റെ ഒരു ഘടകം പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് പറയുക, വാസ്തു സംബന്ധമായ രീതിയിൽ എന്തിനും പണ്ടത്തെ ആൾക്കാർ ഓരോ അളവ് കണക്കാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മേലെ കയറുന്നൊരു സ്റ്റെപ്പ്, ആ ഒരു സ്റ്റെപ്പ് 7 ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവും. സ്റ്റെപ്പ് 7 ഇഞ്ച് ഹൈറ്റിലെ സ്റ്റെപ്പ് ഒരു 10 എണ്ണം കയറണ്ടെങ്കിൽ അത് 15 വാർത്ത 5 കയറണ്ടു അല്ലേ. നമുക്ക് ഏതാ എളുപ്പം 15 അല്ലേ. പക്ഷേങ്കിൽ എന്നിട്ട് എന്താ 7 സ്റ്റെപ്പ് എല്ലാവരും മാറുന്നത് അല്ലേ. 7 സ്റ്റെപ്പിൽ വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് കയറിയാലും ഒന്നും നമുക്ക് മടുപ്പും വരില്ല, നാളെ മറ്റന്നാൾ നമ്മളെ ശരീരത്തിന് ഒരു കേട് വരില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ ലേശം ഒന്ന് താഴ്ചയിൽ വീണുപോയി. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾ ആ സ്റ്റെപ്പ് എനിക്ക് വന്ന് 11 ഇഞ്ച് അങ്ങനെയുണ്ട്. ഞാൻ ഇറങ്ങി എപ്പോഴും നിങ്ങളോട് പറഞ്ഞായിരുന്നു അല്ലേ. ലേശം നമ്മളത് അങ്ങനെ ആയതുകൊണ്ട് എന്താണെന്നറിയാം, നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ആകെ മാറിപ്പോന്നു. നമ്മൾ സാധാരണയില്ല ഇതിൽ നിന്ന് നമ്മൾ മാറിപ്പോന്നു. കണ്ടോ നിങ്ങൾ, അത് നമ്മൾ ഈ വണ്ണം ലേശം കുറച്ചിട്ട് ഇനി 7 ഇഞ്ചുള്ളത് അത് 3 ഇഞ്ചാക്കിയാലും നമുക്ക് ഇതിലിടാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ. അത് 7 ഇഞ്ചിൽ 10 ഇഞ്ചാക്കിയാലും നമുക്ക് പ്രശ്നമാണ്, അതൊരു 3 ഇഞ്ചാക്കിയാലും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ അളവുണ്ടാക്കി വെച്ചതിൻ്റെ ടെക്നിക്ക് ഉണ്ടോ നിങ്ങൾ അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സംഗതികളും ഇതുപോലെ എല്ലാത്തിനും ഓരോ തിയറികളും കാര്യങ്ങളുണ്ട്. താങ്ക് യു സർ. ഓക്കെ സർ. സ്വാമി ജഗദീഷുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ ജഗദീഷുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.